എക്കോ സിനിമ കണ്ടു ഇറങ്ങിയെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇതിന് റിവ്യൂവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് എഴുതണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് എക്കോയുടെ താഴെ നമ്മൾ ആ ടാഗ് ലൈൻ കാണുന്നത്. ആ കുര്യച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ മലയാളം സിനിമയിൽ 2025 ഇത്രയും ലൈഡായിട്ടുള്ള, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറല്ല ഈ കുര്യച്ചൻ എന്ന് പറയുന്നത്. ഈ കുര്യച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത് ആരാണെന്നോ എന്താണെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം റിവീൽ ചെയ്തിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ അശോകൻ്റെയും വിനീതിൻ്റെയും ആ ഒരു ക്യാരക്ടേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു നിഗൂഢതയുണ്ട്. നമ്മളിപ്പോൾ സൈം ലൈക്ക് ആ ഒരു കിഷ്കിന്ധാകാന്ഡത്തിൽ കണ്ടതുപോലുള്ള ആ ക്യാരക്ടേഴ്സിൻ്റെ നിഗൂഢത എൻറ്റയർലി ഇത് തന്നെയാണ് ഈ സിനിമയുടെ മൊത്തത്തിൽ. ഇതിൽ വിനീതിൻ്റെ ക്യാരക്ടേഴ്സ് തുടക്കത്തിൽ വരുന്നുണ്ട്. തുടക്കത്തിൽ വരുമ്പോൾ ഒരു ഡയലോഗ്സ് ആണ്, ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതായത് ഈ സിനിമയിൽ വരുന്ന എല്ലാ ഡയലോഗ്സും നിങ്ങളിപ്പോൾ സിനിമ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കുന്ന ശീലമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയല്ല ഈ എക്കോ എന്ന് പറയുന്ന ഈ സിനിമ. ഇതിൽ വരുന്ന ഓരോ ഡയലോഗ്സിനും ആ ഡയലോഗിന് ഒരു പസിൽ പോലെയാണ്. ഈ ഡയലോഗ്സിലൂടെയാണ് നമുക്ക് ആ സിനിമ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ഡയലോഗ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡയലോഗ്സ് മിസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയേ അല്ല എക്കോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന ക്യാരക്ടർ, ഈ ക്യാരക്ടറിനുള്ള വെയിറ്റേജ്, ഈ വിനീതിൻ്റെ ക്യാരക്ടർ എന്താണ്, ഈ കുര്യച്ചൻ എന്ന് പറയുന്നതാണ് ഈ സിനിമയിലെ മെയിൻ സംഭവം. ഈ കുര്യച്ചൻ എന്ന് പറയുന്നത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത്. അപ്പോൾ ഈ കുര്യച്ചനായിട്ടുള്ള കണക്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ വിനീതിൻ്റെ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് വരുന്നത്, ആ ക്യാരക്ടറിൻ്റെ എക്സ്പോസിഷനൊക്കെ അതിഗംഭീരമാണ്. ഇതിൽ പറയുന്ന ഓരോ ഡയലോഗ്സും. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു നരേൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. നരേൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതിൻ്റെ ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും ഒരു മിസ്റ്ററി ഉണ്ട്. ഒരു മിസ്റ്ററി ഫീലാണ് മൊത്തത്തിൽ ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ നരേൻ്റെ ക്യാരക്ടറിൽ അതൊരു കാറിൻ്റെ ഒരു സീക്വൻസ് വരുന്നുണ്ട്. ആ സീക്വൻസ് എഴുതി വെച്ചിരിക്കുന്നത്, അത് സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, എല്ലാ ക്യാരക്ടറും അതിൻ്റേതായിട്ടുള്ള ആ ഒരു വെയിറ്റേജ് ഈ പടത്തിലുണ്ട്. പിന്നെ അശോകൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ കുര്യച്ചൻ ആരാണെന്ന് എന്താണെന്നോ, നമുക്ക് ഇപ്പോൾ ഹിന്ദി സിനിമകളൊക്കെ കൂടുതൽ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. ഗംഭീര ആക്ടറാണ്. ഡബിങ് വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് ഒരു അതിഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ രണ്ട് കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് സീക്വൻസിലായിട്ട് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഹിന്ദി ആക്ടർ പുള്ളി പെർഫെക്റ്റാണ്, പുള്ളി അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ നമ്മളുടെ ഒരു മലയാള നടൻ ആ ഒരു രണ്ട് കാലഘട്ടമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലിബറുള്ള നടന്മാർക്ക് നമുക്ക് കുറവൊന്നുമില്ല. ഈ ഇദ്ദേഹം ചെയ്തത് ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടല്ല കാണുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മലയാള നടനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ചിലപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അത്യാഗ്രഹമായിട്ട് തോന്നാം. ഒരു ഗംഭീര ക്യാരക്ടർ, ഈ ഗംഭീര ക്യാരക്ടർ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു നടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പഴയ ഇപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്. അത്രത്തോളം ലയേർഡായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിനകത്ത് മ്ലാത്തി എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ആക്ട്രസ്, രണ്ടുപേരാണ് അതിൽ ചെറിയ കാലഘട്ടവും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളൊരു ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു സംഭവത്തിൽ വരുന്ന രണ്ട് ആക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അവരും ഗംഭീര പെർഫോമൻസ് ആണ് ഇതിൽ. പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സിനിമാറ്റോഗ്രാഫി, ഇതിൻ്റെ കളർ പാലയൊക്കെ വരുന്നത് പറഞ്ഞല്ലോ, ഈ തുടക്കം മുതൽ അവസാനം വരെ ഈ സിനിമയ്ക്ക് ഒരു നിഗൂഢതയാണ്. എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതോ ഒന്നും നമുക്കൊരു ഐഡിയ കിട്ടാത്ത രീതിയിൽ, അതായത് അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് സിംപിളി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമല്ല എക്കോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കളർ ടോൺ, അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി, എനിക്ക് തോന്നുന്നു ബാഹുൽ രമേശ് തന്നെയാണ് സിനിമ എഴുതിയതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മൂഡ് എൻറ്റയർലി അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒന്നും പറയാനില്ല. ടോപ്പ് നോച്ച് അതല്ലാതെ വേറെ ഒന്നും ഈ സിനിമയിൽ പറയാനില്ല. അതായത് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് എക്കോ. അതായത് ആ ഒരു ഗ്രാഫ് മുമ്പിലേക്ക് വരികയാണ്. പിന്നെ ബാഹുൽ രമേഷിനെ നമ്മളെ കേരള ഫയൽസിൽ കണ്ട പോലെ തന്നെയുള്ള എല്ലാത്തിനും അങ്ങ് സ്പൂൺ ഫീഡ് ചെയ്ത് വരുന്ന ഉത്തരം നൽകുന്ന അങ്ങനെ ഒരു സംഭവം തന്നെ അതിനകത്തുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ സിനിമ എൻഡ് ചെയ്യുന്നൊരു നോട്ടുണ്ട്. ആ എൻഡ് നോട്ടിൽ ഉറപ്പായും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉറപ്പായിട്ടും കൈയടിച്ചിരിക്കും. അതാണ് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന ലയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സും, അതിൽ സന്ദീപിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബിനു പപ്പൂടെ ആണെന്നുണ്ടെങ്കിലും അശോകൻ്റെ ആണെങ്കിലും ഈ മ്ലാത്തി എടത്തി എന്ന് പറയുന്ന ഈ മലേഷ്യൻ സ്ത്രീയുടെ ആണെങ്കിലും പിന്നെ രണ്ടാമതാൻ കുര്യച്ചൻ. ഈ കുര്യച്ചൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെതായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരുപാടുണ്ട് പറയാൻ. ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ആ ഒരു ബ്രീഡ്, നായ്ക്കളെ ബ്രീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അതിനകത്ത് പുള്ളി വെക്കുന്ന നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു കഥാപശ്ചാത്തലം അല്ല എക്കോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പുതുമയുണ്ട്. പിന്നെ ഒരു കൊറിയൻ സിനിമയുണ്ട്, എനിക്ക് തോന്നുന്നു ദ ഹൗളിംഗ് എന്നാണെന്ന് തോന്നുന്നു. അതായത് ഈ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല ആ പടത്തിന്, പക്ഷെ ഏകദേശം ഒരു ഇതായിട്ടുള്ള ആ ഒരു നായ്ക്കളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ രീതിയിൽ അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ആ ഒരു
സംഭവമായിട്ട് വരുന്നത് എനിക്കൊരു കണക്ഷൻ തോന്നുന്ന ഈ ഒരു പടം ഹൗളിംഗ്. പക്ഷേ ഹൗളിംഗ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഹൗളിങ്ങിനേക്കാളൊക്കെ ഒരുപാട് ബെറ്ററാണ് ഈ സിനിമ. ഞാൻ പറയുന്നത് ഈ സിനിമ ട്രെയിലർ കാണാതെ, ഈ സിനിമയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാ കാണ്ഡം അത് കണ്ടുകൊണ്ട് മാത്രം തിയേറ്ററിൽ കയറി ഈ സിനിമ കാണുന്നവരാണ് ഭാഗ്യവാന്മാർ. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഓക്കെ, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാ കാണ്ഡം. വിലായത്ത് ബുദ്ധ, അതൊരു എനിക്ക് പൃഥ്വിരാജ് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. എന്നിട്ട് പോലും പൃഥ്വിയുടെ പടം കാണാണ്ട് ആദ്യം കണ്ടത് ഞാൻ എക്കോയാണ്. അതിനുള്ളത് എനിക്ക് 100% കിട്ടി. ഈ വർഷം കണ്ട, തിയേറ്ററിൽ കണ്ട ഏറ്റവും കിഡിലും സിനിമാറ്റിക് എക്സ്പീരിയൻസുകളിലൊന്നാണ് എക്കോ. കാരണം ആ ഒരു മിസ്റ്ററി ചുരുളഴിഞ്ഞ് വരുമ്പോൾ അതിൽ വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിഗംഭീരമാണ്. ഈ സിനിമ അവസാനിക്കുന്ന നോട്ട് ഞാൻ പറയുന്നതാണ്, അത് നിങ്ങൾ ഒരു ഉറപ്പായിട്ടും കൈയടിക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവമാണ്. ആ ഒരു ആ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ പടം ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയണ്ട. എനിക്ക് പരമാവധി എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ സ്പോയിലേഴ്സ് ഒഴിവാക്കി ഞാൻ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എത്രയും വേഗം പോയി കാണുക. നല്ല കിഡിലും ഗംഭീരം സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അതായത് നല്ല ഒരു തിയേറ്ററിലും കൂടി കാണുക, നല്ല കിഡിലൻ അറ്റ്മോസ് 4K കാണുക. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ അതിഗംഭീരമാണ്. പിന്നെ ആ ഒരു മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ആ ഒരു അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ടും ഒരു കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്കോ നൽകുന്നത്. ഉറപ്പായിട്ടും കാണുക. കണ്ടില്ലെങ്കിൽ നഷ്ടം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല.